നിങ്ങളുടെ സ്വർണം ബാങ്ക് ലോക്കറിൽ സേഫ് അല്ല. സേഫ് ആക്കാനുള്ള വഴി വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ആരും സ്കിപ്പ് ചെയ്യേണ്ട. പ്രത്യേകിച്ച് ബാങ്ക് ലോക്കറിൽ സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിച്ചിരിക്കുന്നവർ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ വീട്ടിൽ കുറച്ചധികം സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അവയെല്ലാം ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുകയാണ്, അല്ലേ? സത്യത്തിൽ നമ്മളിൽ പലർക്കും അറിയില്ല ഇവയെല്ലാം 100% സുരക്ഷിതമാണോ അല്ലയോ എന്ന കാര്യം. ബാങ്ക് ലോക്കറിൽ സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ഷോഭം കാരണമോ നിങ്ങളുടെ ബാങ്ക് കൊള്ളയടിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവ നഷ്ടപ്പെട്ടാൽ ബാങ്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരമൊക്കെ തരാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക നിങ്ങളുടെ വാർഷിക ലോക്കർ റെന്റിന്റെ 100 ഇരട്ടി മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വാർഷിക ലോക്കർ റെന്റ് 2000 രൂപയാണെങ്കിൽ ഇതിൻ്റെ 100 ഇരട്ടിയായ 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക. നിങ്ങളൊരു 100 പവൻ സ്വർണ്ണമാണ് ലോക്കറിൽ വെച്ചിരിക്കുന്നത് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇന്നത്തെ സ്വർണ്ണവില വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്ന തുക വളരെ കുറവായിരിക്കുമെന്നർത്ഥം. ഇപ്പോൾ നമ്മൾ സ്വർണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സ്വർണത്തേക്കാൾ മൂല്യമുള്ള വളരെയധികം വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ രേഖകളോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വാർഷിക റെന്റിന്റെ 100 ഇരട്ടി തുക മാത്രമേ പരമാവധി നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുകയുള്ളൂ. നമ്മൾ ലോക്കറിൽ വെക്കുന്ന വസ്തുക്കൾ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയാണെന്നോ ഒരിക്കലും ബാങ്കിന് അറിയാൻ സാധിക്കില്ല. ലോക്കർ ഉപയോഗിക്കുന്നവർക്ക് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ബാങ്ക് ലോക്കറിൽ വെക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ലോക്കറിലുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ഇത്ര വിലയുള്ള വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത് എന്ന് ഉടമയ്ക്ക് അവകാശവാദം ഉന്നയിക്കാനും സാധിക്കില്ല. ഇതൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. ബാങ്ക് ലോക്കറിലുള്ള നിങ്ങളുടെ സ്വർണം സേഫ് ആക്കാനുള്ള വഴി ഇപ്പോൾ പറഞ്ഞുതരാം. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങൾക്ക് ട്രേഡിംഗ്, പേഴ്സണൽ ഫിനാൻസ് കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകളെല്ലാം അടങ്ങുന്ന കോഴ്സുകൾ എൻട്രി ഫിൻ അക്കാദമിയിലുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബാങ്ക് ലോക്കറിലുള്ള സ്വർണം സേഫ് ആക്കാനുള്ള വഴി എന്ന് പറയുന്നത് ബാങ്ക് ലോക്കർ ഇൻഷുറൻസ് ആണ്. നിങ്ങളുടെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്ത് വിലപിടിപ്പുള്ള വസ്തുക്കളും ഈ സ്കീമിൽ കവർ ചെയ്യാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. 3 ലക്ഷം മുതൽ 40 ലക്ഷവും അതിന് മുകളിലോട്ടുള്ള സംഖ്യകളുള്ള പോളിസികളും ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. 40 ലക്ഷം രൂപയുടെ പോളിസിക്ക് വർഷത്തിൽ 3000 രൂപയിൽ താഴെ മാത്രമേ ചിലവാകുന്നുള്ളൂ. ഇഫ്കോ ടോക്കിയോ, ബജാജ് അലയൻസ്, ചോളമണ്ഡലം തുടങ്ങിയ പല കമ്പനികളും ഈ ബാങ്ക് ലോക്കർ ഇൻഷുറൻസ് നൽകി വരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ലോക്കറിൽ വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വെക്കുന്നവർ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻഷുറൻസുകൾ ഒരു ധൈര്യത്തിന് എടുത്തു വെക്കാം, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ബാങ്ക് ലോക്കറുകൾ സുരക്ഷിതം തന്നെയാണ്. അതീവ സുരക്ഷയുള്ള സ്ട്രോങ് റൂമുകളാണ് ഓരോ ബാങ്കിലും ഉള്ളത്. പിന്നെ ബാങ്ക് ലോക്കർ കൊള്ളയടിച്ചു എന്നോ ബാങ്ക് ലോക്കറുള്ള സ്വർണം നഷ്ടപ്പെട്ടു എന്ന വാർത്തകളൊന്നും നമ്മൾ കാര്യമായിട്ട് കേൾക്കാറുമില്ല. ബാങ്ക് ലോക്കറുള്ള സ്വർണം സുരക്ഷിതമാക്കാൻ ഇൻഷുറൻസ് അല്ലാതെ വേറൊരു വഴി കൂടിയുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വഴി എന്താണെന്ന് അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടന്റുകൾ എന്തെങ്കിലും വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.